കഴിച്ചു കഴിഞ്ഞ് ഛർദ്ദിച്ച് പോകുന്നുണ്ടെങ്കിൽ ഈ സ്റ്റൊമക്കിലെ ആമാശയത്തിലെ ക്യാൻസർ ആവാനുള്ള സാധ്യതയുണ്ട്. ഇനി കുടലിലെ ക്യാൻസറിനെ കുറിച്ചാണ് പറയുന്നത്. കുടലെന്ന് നമ്മൾ പറയുമ്പോൾ നമുക്ക് അന്നനാളം മുതൽ മലദ്വാരം വരെയുള്ള ഭാഗങ്ങളാണ് നമ്മുടെ ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ സിസ്റ്റം. അതായത് നമ്മൾ ഭക്ഷണം കടന്നു പോകുന്ന വഴികൾ അല്ലേ, വായിലൂടെ കഴിച്ചു കഴിഞ്ഞ് ചെല്ലുന്ന അന്നനാളം എന്ന് പറയും. അന്നനാളം എന്ന് പറയുന്ന ഒരു ഹോസ് പോലെയാണുള്ളത്. ഒരു ഹോസ് പോലെ വന്നിട്ട് നമ്മുടെ വയറിലേക്ക് കണക്റ്റഡ് ആവുന്നു. അപ്പം ഈ അന്നനാളത്തിൽ എന്തെങ്കിലും ക്യാൻസർ വന്നു കഴിഞ്ഞുള്ള ലക്ഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം ഇറക്കാനുള്ള പ്രയാസമായിരിക്കും. കാരണം ചെറിയൊരു ഹോസ് പോലെയുള്ളൂ. അപ്പോൾ എന്തെങ്കിലും വന്നാൽ അതിനകത്ത് ബ്ലോക്കായിട്ട് നിൽക്കും, മുഴ പോലെ അതിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ. അപ്പം തുടക്കത്തിൽ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കുടിക്കുമ്പോൾ ഇറങ്ങി പോവുകയും ചെയ്യും. ചോറ് പോലുള്ള കട്ടിയുള്ള ഭക്ഷണങ്ങൾ ഇറക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. കാരണം വെള്ളമൊക്കെ അതിൻ്റെ ഇടയിലൂടെ എങ്ങനെയെങ്കിലുമൊക്കെ ഇറങ്ങിപ്പോവും. ഇത് കട്ടിയുള്ള ഭക്ഷണങ്ങൾ വരുമ്പോൾ അവിടെ തടഞ്ഞു നിൽക്കും. ക്യാൻസർ പുരോഗമിക്കുമ്പോൾ വെള്ളവും ഇറക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരും. അപ്പോൾ അതിനാണ് ആബ്സലൂട്ട് ഡിസ്ഫേജിയ എന്ന് പറയുന്നത്. അപ്പോൾ അന്നനാളത്തിലെ ക്യാൻസറിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണ് ഇത്. അതുകൂടാതെ രക്തം ഛർദ്ദിക്കുകയോ ചുമച്ച് ചുപ്പുകയോ ഇതിൻ്റെ ഭാഗമായിട്ട് വേണമെങ്കിൽ ഉണ്ടാകാൻ പറ്റും. അതിൻ്റെ തൊട്ട് താഴെയുള്ളതാണ് നമ്മുടെ ആമാശയം, സ്റ്റൊമക്കിലെ ക്യാൻസർ എന്ന് പറയുമ്പം നമുക്കറിയാം നമ്മളെ ഭക്ഷണവുമായി, ഈ അന്നനാളം പോലെ തന്നെ ഭക്ഷണവുമായി ബന്ധപ്പെട്ടാണ്. അപ്പം സ്റ്റൊമക്കിൽ നിന്ന് ഭക്ഷണം ഇറങ്ങിപ്പോയില്ലെങ്കിലും ഇതുപോലെ കുറച്ച് കഴിയുമ്പോൾ ഭക്ഷണം കഴിച്ച് ഇറങ്ങിപ്പോവും. കുറച്ച് കഴിയുമ്പോൾ ഇതെല്ലാം വീണ്ടും ഛർദ്ദിച്ച് പുറത്തേക്ക് പോകുന്നൊരവസ്ഥ വരാം. ബ്ലീഡിങ് ഉണ്ടാവാം. വയറിൻ്റെ ഉള്ളിലാണ് ബ്ലീഡിങ് ഉണ്ടാകുന്നതെങ്കിൽ നമുക്കത് വയറിലെ ആസിഡുമായിട്ട് മിക്സ് ചെയ്യുന്നതുകൊണ്ട് മലത്തിലൂടെ പോവുകയാണെങ്കിൽ ചിലപ്പോൾ കറുത്ത നിറത്തിലായിരിക്കും മലം പോകുന്നത്. മെലീന എന്ന് നമ്മൾ പറയും ആ ഒരു കണ്ടീഷനിൽ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, കറുത്ത നിറത്തിൽ മലം പോകുന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ ഭക്ഷണം കുറച്ച് നേരം കഴിച്ചു കഴിഞ്ഞ് ഛർദ്ദിച്ച് പോകുന്നുണ്ടെങ്കിൽ ഈ സ്റ്റൊമക്കിലെ ആമാശയത്തിലെ ക്യാൻസർ ആവാനുള്ള സാധ്യതയുണ്ട്. പിന്നെയുള്ള നമ്മുടെ കുടലിലാണ്, പ്രധാനമായും വൻകുടലിലാണ് ഉണ്ടാവാറുള്ളത്. വൻകുടലിലെ ക്യാൻസർ കോളറെക്ടൽ മാലിഗ്നൻസീസ് എന്ന് നമുക്ക് വേണമെങ്കിൽ ഒരുമിച്ച് പറയാം. കോളൻ എന്ന് പറഞ്ഞാൽ കുടലും, അവസാനത്തെ ഭാഗമാണ് റെക്റ്റം, മലാശയത്തിലെ ആ ഭാഗം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ രക്തബന്ധത്തിൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലുള്ളൊരു ക്യാൻസേഴ്സാണ്. അപ്പം നമ്മുടെ കുടുംബത്തിൽ തന്നെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, രക്തബന്ധത്തിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ബാക്കിയുള്ള ഫാമിലി മെമ്പേഴ്സ്, കുറേ ബന്ധുക്കളൊക്കെ കോളനോസ്കോപ്പിയോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് അത് സ്ക്രീൻ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഒരു ഗ്യാസ്ട്രോ വിഭാഗം ഡോക്ടർമാരെ കണ്ടു കഴിഞ്ഞാൽ ഒരു കോളനോസ്കോപ്പി ചെയ്തു തരും. അപ്പോൾ അങ്ങനെ സ്ക്രീൻ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും ബന്ധത്തിൽ ആർക്കെങ്കിലും ഈ കോളറെക്ടൽ ക്യാൻസർ ഉണ്ടെങ്കിൽ. കോളറെക്ടൽ ക്യാൻസറിൽ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ആയിരിക്കും ലക്ഷണങ്ങൾ. ബ്ലീഡിങ് ആയിട്ട് വരാം, ചിലപ്പോൾ മലം പോകുന്നത് തടസ്സമായിട്ട് വരാം, ചിലപ്പോൾ വയറിളക്കം പോലെ, കഫം പോലെ പോകുന്ന രീതിയിലോ അങ്ങനെയൊക്കെ ആയിട്ട് ഇത് പ്രസൻറ്റ് ചെയ്യാറുണ്ട്. ഇതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട ചികിത്സകൾ എന്ന് പറയുമ്പം സർജറി ആയിട്ട് വരും. അന്നനാളം മുതൽ മലാശയം വരെയുള്ള ഭാഗങ്ങളിൽ സർജറി ഒരു ഇമ്പോർട്ടൻറ്റ് ചികിത്സയാണ്. അത് സ്റ്റേജ് അനുസരിച്ച് മാറും. പിന്നെ റേഡിയേഷൻ, കീമോതെറാപ്പിയും റേഡിയേഷനും എല്ലാം ഇതിൻ്റെ ചികിത്സയുടെ ഭാഗങ്ങളായിട്ട് വരുന്നുണ്ട്.